ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചമ്മന്തിയാണ് ഇത്. നമ്മുടെ വീട്ടിലുണ്ടായ മാങ്ങയാണ്, അത് വെച്ചിട്ടാണ് ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പം മാങ്ങയൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലിട്ട് അടിക്കാൻ പാകത്തിന് അരിഞ്ഞെടുക്കാം. ഇനി ഇതിലേക്ക് പിന്നെ വേണ്ടത് ഉപ്പ്, പിന്നെ നമ്മൾ ചെറിയുള്ളിയാണ്, കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ മാങ്ങ ചെറുതാക്കി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും സവാളയും ഒക്കെ കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ കുറച്ചധികം തന്നെ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ വലിയ ജാറിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇനി കുറച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ ചെറിയ ജാറിൽ ഇതിൻ്റെ അളവൊക്കെ ഒന്ന് കുറച്ചിട്ട് ചെയ്തെടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് 4 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഓരോരുത്തരുടെ വീട്ടിലെ മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇവിടുത്തെ മുളകിന് ഇപ്പോൾ എരിവ് കുറവാണ്, അതുകൊണ്ടാണ് 4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മൾ ചമ്മന്തിയിൽ ചെറുതായിട്ട് മാങ്ങ കടിക്കണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത്ര അരച്ചെടുക്കണം എന്നില്ല. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ പിന്നെ വേറൊന്നും വേണമെന്നില്ല. ഈ ചമ്മന്തിയിലൊക്കെ തേങ്ങ ചേർക്കുന്നത് ഇഷ്ടമാണെങ്കിൽ ഈ ചമ്മന്തിയിലും നമുക്ക് ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ ഒരു 1/2 കപ്പ് തേങ്ങ ചേർത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോഴും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.